ഇന്ദ്രൻസ്, മീനാക്ഷി അനൂപ്, അന്നു ആന്റണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ദീപക് ഡിയോൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പ്രൈവറ്റ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന ടാഗ് ലൈനിൽ അവതരിപ്പിക്കുന്ന ചിത്രം ഒക്ടോബർ 10-നാണ് പ്രദർശനത്തിനെത്തുക. സി ഫാക്ടർ ദ എന്റർടൈൻമെന്റ് കമ്പനിയുടെ ബാനറിൽ VK ഷബീർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും നവാഗതനായ അശ്വിൻ സത്യയാണ് ഒരുക്കിയിരിക്കുന്നത്. ഹലോ ഹലോ ഹലോ, മാരാർന്നാ പേര്? ബാലന്മാരാ? ഈ നാട്ടില് മനുഷ്യന്മാരാരുമില്ലേ? നമ്മള് മനുഷ്യന്മാരല്ലേ? അടുത്തെവിടെയാ ഹോട്ടലുള്ളേ? കഴിക്കാൻ ഇവിടെ എന്തെങ്കിലും കാണും? കഴിക്കാനല്ല, I don't know Kannada. Where are you from? Malappuram, Kerala. സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്യുന്ന അവിഹിതം എന്ന ചലച്ചിത്രത്തിന്റെ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തിറങ്ങി. ടിറ്റോ പി തങ്കച്ചൻ എഴുതിയ വരികൾക്ക് ശ്രീരാഗ് സജിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഗാനം ആലപിച്ചിരിക്കുന്നത് സിയാവുൾ ഹക്ക്, ശ്രീരാഗ് സജി എന്നിവർ ചേർന്നാണ്. നടന്മാരായ ഉണ്ണി രാജ, രഞ്ജിത്ത് കാങ്കോൽ എന്നിവർക്കൊപ്പം ഒട്ടേറെ നടന്മാർ അഭിനയിക്കുന്ന ഫാമിലി ഫൺ ചിത്രമാണ് അവിഹിതം. ഒക്ടോബർ 10-ന് പ്രദർശനത്തിലെത്തും. പാരിലുമായിരമിട്ടം പോയിടുമോ മനവെട്ടം ഉലകിൻ തിരയാലുടയും കുടമേ പിറകിൽ വരിയായുടനെ പതിയെ പതിയെ കനമായി കഥയെ വളരും ഒരു സംശയമേ. ഷറഫുദ്ദീൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം ഒക്ടോബർ 16-ന് തിയേറ്ററുകളിലെത്തും. അനുപമ പരമേശ്വരനാണ് നായിക. ഫൺ ഫാമിലി എന്റർടൈൻമെന്റാണ് ചിത്രം. പടക്കളം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ഷറഫുദ്ദീൻ ചിത്രം എന്ന നിലയിലും ദി പെറ്റ് ഡിറ്റക്റ്റീവ് പ്രേക്ഷകർക്കിടയിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിട്ടുണ്ട്. മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെന്നൈയിൽ ഒത്തുകൂടി 1980-കളിലെ താരങ്ങൾ. നടനും സംവിധായകനുമായ രാജുമാർ സേതുപതിയുടെ വസതിയിലായിരുന്നു ഒത്തുചേരൽ. ചിരഞ്ജീവി, ജാക്കി ഷ്രോഫ്, ശരത് കുമാർ, ജയറാം, ശോഭന, പാർവതി, ഖുഷ്ബു തുടങ്ങിയവർ പങ്കെടുത്തു. റിലീസ് ചെയ്ത് 3 ദിവസം കൊണ്ട് റെക്കോർഡ് കളക്ഷൻ നേടി കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. ചിത്രം ആഗോളതലത്തിൽ 235 കോടിയിലധികം രൂപയാണ് നേടിയത്. നിർമ്മാതാക്കളാണ് വിവരം അറിയിച്ചത്. ആദ്യ ഭാഗത്തേക്കാൾ മികച്ച സ്വീകാര്യതയാണ് രണ്ടാം ഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടു. ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുമായി നടൻ ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഇഡ്ലി കടൈ റിലീസ് ചെയ്ത് 5 ദിവസം പിന്നിടുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 50 കോടി പിന്നിട്ടു. ധനുഷും നിത്യാമേനോനും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം 32 കോടി രൂപയാണ് ഇതുവരെ ഇന്ത്യയിൽ നിന്ന് നേടിയത്. ഷഹ്മോൻ ബി പറയലിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം വവ്വാലിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തു. ഓൺ ഡിമാൻഡ്സ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. താരനിർണയം പൂർത്തിയാകുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും. മനോജ് MJ ആണ് ഛായാഗ്രാഹകൻ.